ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ അടിത്തട്ട് മുതൽ ശക്തമാക്കാനും സംഘടനാ സംവിധാനത്തിന് പുതിയ ഊർജം നൽകാനുമുള്ള വിപുലമായ പുനഃസംഘടനാ നടപടികൾക്ക് AICC തുടക്കം കുറിച്ചു. സംഗതൻ ശ്രീജൻ അഭിയാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യത്തിലൂടെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ മുതൽ ഉന്നതതല സമിതികൾ വരെ ഉടച്ചു വാർക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാതലം മുതൽ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളുടെ രൂപീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് AICC കർശന നിർദ്ദേശം നൽകി. സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ, PCC അധ്യക്ഷന്മാർ എന്നിവരുമായി ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു. നിലവിൽ നടന്നുവരുന്ന പുനഃസംഘടനാ പ്രക്രിയയുടെ പുരോഗതി യോഗം വിലയിരുത്തി. സംഗതൻ ശ്രീജൻ അഭിയാൻ പ്രകാരം ഇതിനകം തന്നെ 14 സംസ്ഥാനങ്ങളിൽ DCC പ്രസിഡന്റുമാരുടെ നിയമനം വിജയകരമായി പൂർത്തിയായതായി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തുടനീളം 525 പുതിയ DCC അധ്യക്ഷന്മാരെയാണ് കോൺഗ്രസ് നിയമിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നട്ടലായ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായ ഈ മാറ്റം പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. പുനഃസംഘടനയുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ 6 സംസ്ഥാനങ്ങളിൽ കൂടി ഉടൻ തന്നെ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമെന്ന് വേണുഗോപാൽ അറിയിച്ചു. ഇതോടെ ദേശീയ തലത്തിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പുതിയ നേതൃനിര നിലവിൽ വരും. കഴിഞ്ഞ വർഷം ഗുജറാത്തിലും മധ്യപ്രദേശിലും ആരംഭിച്ച പുനഃസംഘടനാ പ്രക്രിയയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. പാർട്ടിക്കുള്ളിൽ സജീവമായവരെയും പ്രസ്ഥാനത്തോട് അചഞ്ചലമായി പ്രതിബദ്ധതയുള്ള യുവാക്കളെയും മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശം. കാലഹരണപ്പെട്ട പ്രവർത്തന ശൈലി മാറ്റി നിർത്തി പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തവരെ മാറ്റി നിർത്തി അണികൾക്കിടയിൽ സ്വാധീനമുള്ളവർക്ക് മുൻഗണന നൽകും. കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനനുസരിച്ച് അടുത്ത 15 ദിവസത്തിനകം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ജില്ലാതല സമിതികളുടെ രൂപീകരണം പൂർത്തിയാക്കണം. ജില്ലാ ഭരണകൂടത്തിന് താഴെയുള്ള ബ്ലോക്ക് ലെവൽ കമ്മിറ്റികളുടെ രൂപീകരണം 30 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പുനഃസംഘടനയിലെ ഏറ്റവും നിർണായകമായ ഘട്ടം താഴെ തട്ടിലുള്ള കമ്മിറ്റികളുടെ രൂപീകരണമാണ്. മണ്ഡലം, ഗ്രാമപഞ്ചായത്ത്, ബൂത്ത് ലെവൽ കമ്മിറ്റികൾ എന്നിവയുടെ രൂപീകരണം 60 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ പാർട്ടി സംവിധാനം സജീവമായാൽ മാത്രമേ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പ്രാതിനിധ്യമാണ് പുനഃസംഘടനയുടെ മറ്റൊരു സവിശേഷത. എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം പുതിയ കമ്മിറ്റികളിൽ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് SC, ST, OBC ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും പാർട്ടി പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി മെഷീനറിയെ പൂർണ്ണമായും എണ്ണീട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നതാണ് KC വേണുഗോപാലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം കണക്കിലെടുത്ത് പ്രാദേശിക നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്താകും അന്തിമ പട്ടികകൾ തയ്യാറാക്കുക. ഗ്രൂപ്പ് വൈരങ്ങൾ പുനഃസംഘടനയെ ബാധിക്കരുതെന്ന് കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. BJPയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ നേരിടാൻ കോൺഗ്രസിനും ശക്തമായ ഒരു താഴെത്തട്ട് സംവിധാനം അനിവാര്യമാണെന്ന് നേതൃത്വം കരുതുന്നു. KC വേണുഗോപാൽ നയിക്കുന്ന സംഘടനാ തലത്തിലുള്ള ഈ അടിച്ചുപണി കോൺഗ്രസ് അണികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പട്ടികകൾ ഹൈക്കമാൻഡ് പരിശോധിച്ച് അംഗീകാരം നൽകുന്നതോടെ പുനഃസംഘടന പൂർണ്ണ രൂപത്തിലാകും.